ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ എവിടെ? കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ വേടൻ രാജ്യം വിട്ടോ? വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വേടനെ തേടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ പുറത്തിറക്കി. സംസ്ഥാനത്തിന് പുറത്തു നടത്തിയ അന്വേഷണവും ലക്ഷ്യം കാണാത്ത സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ഈ മാസം 18-നാണ് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപ് പ്രതിയെ പിടികൂടാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. നേരത്തെ പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന്റെ പാസ്പോർട്ട് കോടതി പിടിച്ചുവെച്ചിരുന്നു. പിന്നീട് ഉപാധികളോടെ ഇത് വിട്ടു നൽകുകയും ചെയ്തു. വിദേശത്തടക്കം നിരവധി പരിപാടികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് അപേക്ഷ സമർപ്പിച്ചതും കോടതി അനുവദിച്ചതും. ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ ഒളിവിൽ പോയ വേടനു വേണ്ടി പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം കാര്യമായി നടത്തിയിരുന്നില്ല. അതിനിടെ ഹൈക്കോടതിയിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ടെങ്കിലും കേസന്വേഷണത്തിൽ ഒരിളവും വേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം. സാധാരണ മുൻകൂർ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ അതിന്റെ തീരുമാനം വരാൻ കാത്തിരിക്കാറുണ്ട്. എന്നാൽ ഗുരുതര സ്വഭാവമുള്ള കേസായതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം. എന്നാൽ ഇത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തിയില്ല. പോലീസ് പല സ്ക്വാഡുകളായി തിരിഞ്ഞ് വിവിധ കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. വേടന്റെ ചില സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും വേടനിലേക്ക് എത്തിയില്ല. മറ്റൊരു വഴിയുമില്ലാതായതോടെയാണ് പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ കേസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. വിവാഹ വാഗ്ദാനം നൽകി മാനഭംഗപ്പെടുത്തിയെന്ന ഡോക്ടറായ യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടികൾ. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഇപ്പോൾ തെറ്റായ ആരോപണം ഉന്നയിക്കുകയാണെന്നുമാണ് വേടന്റെ വാദം. ന്യൂസ് 18 കൊച്ചി.